നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫിഷറീസ് വകുപ്പ് കണ്ടൽവനം നശിപ്പിക്കുന്നതായി പരാതി. കരുനാഗപ്പള്ളി അഴീക്കൽ ഫിഷ് ഫാമിലെ നിർമ്മാണത്തിന്റെ മറവിലാണ് കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഭാഗമായ ഫിഷറീസ് വകുപ്പ് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാതാകുന്നത് തെക്കൻ കേരളത്തിലെ പ്രധാന കണ്ടൽക്കാട്. NDA സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര 6-ന് കൊല്ലം മണ്ഡലത്തിൽ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പദയാത്ര നടത്തുന്നത്. വാഹനം തട്ടി റെയിൽവേ ഗേറ്റ് തകർന്നു. കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ റെയിൽവേ ഗേറ്റാണ് തകർന്നത്. വിശദമായ വാർത്തകളിലേക്ക്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം ഫിഷറീസ് വകുപ്പ് നശിപ്പിക്കുന്നതായി പരാതി. കരുനാഗപ്പള്ളി അഴീക്കൽ ഫിഷ് ഫാമിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിന്റെ മറവിൽ കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായാണ് പരാതി ഉയരുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ 1000 തെങ്ങിൽ പ്രവർത്തിക്കുന്ന മത്സ്യവളർത്തൽ കേന്ദ്രത്തിന്റെ ശാഖയായ അഴീക്കലിലാണ് കണ്ടൽവനം വ്യാപകമായി നശിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മത്സ്യഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഇപ്പോൾ സർക്കാരിന്റെ കീഴിൽ കൂടുമത്സ്യകൃഷി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിനായി ഡ്രഡ്ജ് ചെയ്ത മണ്ണ് തൊട്ടടുത്ത കണ്ടൽക്കാട്ടിലേക്ക് നിക്ഷേപിച്ച് വടക്കുവശത്തുള്ള കണ്ടൽച്ചെടികളെല്ലാം മണ്ണ് മൂടി നശിച്ച നിലയിലായിരിക്കുകയാണ്. ഈ ഡ്രഡ്ജ് ചെയ്ത മണ്ണ് മറ്റേതെങ്കിലും സ്ഥലത്ത് നിക്ഷേപിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കണ്ടൽക്കാട് നിറഞ്ഞ ഭാഗം ചെളിയടിച്ച് നികത്തിയതിലൂടെ ഇത് ചെയ്യുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര പുരസ്കാര ജേതാവും കൂടിയായ ജി മഞ്ജുക്കുട്ടനും KC ശ്രീകുമാറും അഭിപ്രായപ്പെട്ടു. 1000 തെങ്ങ് കണ്ടൽ പാർക്ക് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു കണ്ടൽ പാർക്കാണ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ കണ്ടൽ പാർക്ക് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിൻ്റെ പല ഭാഗങ്ങളും, അതായത് ഫിഷറീസ് വകുപ്പിൽ തന്നെ ഒരു ഫിഷറീസ് ഫാം ഇത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെ കീഴിലുള്ള ഈ ഫാമിൻ്റെ നേതൃത്വത്തിൽ ഈ കണ്ടൽക്കാട് ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ, തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽ പാർക്കാണ് 1000 തെങ്ങ് കണ്ടൽ പാർക്ക്. ആ കണ്ടൽ പാർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഫിഷ് ഫാമിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കായലിൽ നിന്നും മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് ഈ പ്രദേശത്തേക്ക് അടിക്കുകയും ഇവിടെയുള്ള കണ്ടൽക്കാടുകൾ മൊത്തം ഉണങ്ങിക്കരിഞ്ഞ് ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം ചത്ത്, ഇപ്പം ഇതിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് വൈവിധ്യങ്ങളാർന്ന ശംഖും അതേപോലെ തന്നെ പക്ഷികളുമൊക്കെ ഇല്ലാതെ ആയ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഏക്കർ കണക്കിന് നിലങ്ങളിലാണ് ഇവിടെ കണ്ടൽ നിൽക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 10-25 സെൻറ്റോളം ഉള്ള കണ്ടൽക്കാടുകൾ ഉണങ്ങി അത് വെട്ടി നശിപ്പിച്ച അവസ്ഥയിലാണ്. ഇത് ചെയ്യുന്നത് നാട്ടുകാരോ അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ആളുകളോ ഒന്നുമല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഭാഗമായ ഫിഷറീസ് വകുപ്പ് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അടിയന്തരമായി എന്തെങ്കിലും ഇതിന് സംവിധാനം വേണം. ഇത് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സംരക്ഷിത വനമായ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കേണ്ടവർ തന്നെ നശിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും എതിരല്ല. ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നവർ അത് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ ആയിരിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അഭിപ്രായം. കേരളത്തിൽ കണ്ടുവരുന്നതിൽ പല അപൂർവ ഇനം കണ്ടലുകൾ വളരുന്ന കണ്ടൽക്കാടുകളിലൊന്നാണ് അഴീക്കൽ ഉള്ളത്. സ്വാഭാവികമായി വളർന്നു വന്നത് കൂടാതെ 1000 തെങ്ങ് ഫിഷ് ഫാമിൽ നിന്നും ഇവിടെ തൈകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. അവയിൽ പലതും ഇതിനകം നശിച്ചു കഴിഞ്ഞു. പ്രകൃതിയുടെ ശ്വാസകോശമെന്നും വൃക്കയെന്നും അറിയപ്പെടുന്ന കണ്ടലുകൾ പല ജീവജാലങ്ങളുടെയും ആവാസ സ്ഥലം കൂടിയാണ്. ദേശാടന പക്ഷികൾ ഉൾപ്പെടെ പല ഇനത്തിൽപ്പെട്ട നിരവധി പക്ഷികൾ, ഞണ്ടുകൾ, അപൂർവ ഇനം ഒറ്റക്കാലൻ ഞണ്ടുകൾ, നീർനായ്, വിവിധ ഇനം മത്സ്യങ്ങൾ, ശംഖുകൾ എന്നിവ ചത്ത അവസ്ഥയിലും കണ്ടുവരുന്നുണ്ട്. കണ്ടൽ സംരക്ഷണ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ തുടങ്ങുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ കൂടിയായ KC ശ്രീകുമാർ, സജി S അഴിക്കൽ, അസ്ലം ആദിനാട്, ഷംനാസ് ഷാജഹാൻ എന്നിവർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥാപകനായ A തങ്ങൾകുഞ്ഞ് മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം ഫെബ്രുവരി 6-ന് നടക്കും. TKM ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിതരണം ഇതോടൊപ്പം നടത്തും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാല പ്രഥമ വൈസ് ചാൻസലറുമായ K ജയകുമാർ തങ്ങൾകുഞ്ഞ് മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ആതുര സേവന മേഖലയിലെ ലോകപ്രശസ്തരായ ഡോക്ടർ ആസാദ് മൂപ്പൻ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നീ പ്രഗത്ഭ ഡോക്ടർമാരാണ്
ഇത്തവണ TKM ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹരായിരിക്കുന്നത്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. TKM കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റ് TK ഷഹാൽ ഹസൻ മുസലിയാർ അധ്യക്ഷത വഹിക്കും. TKM ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാക്കൾക്ക് TK ഷഹാൽ ഹസൻ മുസലിയാർ, TK ജലാലുദ്ദീൻ മുസലിയാർ എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. TKM കോളേജ് ട്രസ്റ്റ് അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ S. അയൂബ് അവാർഡ് ജേതാക്കളെ സദസ്സിന് പരിചയപ്പെടുത്തും. ചടങ്ങിൽ TKM കോളേജ് ട്രസ്റ്റ് മെമ്പർ അഫ്സൽ മുസ്ലിയാർ സ്വാഗതം പറയും. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ TA ഷാഹുൽ ഹമീദ് ആശംസ അർപ്പിക്കും. TKM കോളേജ് ട്രസ്റ്റ് മെമ്പർ ഡോക്ടർ M. ഹറൂൺ നന്ദി പറയും. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രസ്റ്റ് മെമ്പർ TK ജമാലുദ്ദീൻ മുസലിയാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ S. അയൂബ്, പ്രിൻസിപ്പൽ ഡോക്ടർ ഷാഹുൽ ഹമീദ്, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ K. ഷാഫി, അലൂമിനി അഫേഴ്സ് ഡീൻ ഡോക്ടർ A. സുധീർ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഡോക്ടർ മുഹമ്മദ് ഷാനിർ PP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അത് നൽകുകയാണ്. ഈ വർഷത്തെ എല്ലാ വർഷവും നൽകുന്നതാണ്. കഴിഞ്ഞ വർഷം ESROയുടെ ചെയർമാൻ സോമനാഥ് സാറിനായിരുന്നു അവാർഡ് കൊടുത്തത്. ഈ വർഷം ആതുര സേവന രംഗത്തെ പ്രഗത്ഭരായ 2 പേർക്ക് ഈ വർഷത്തെ അവാർഡ് കൊടുക്കുകയാണ്. ഈ വർഷം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, അവരുടെ പ്രശസ്തനായ പ്രദേശ സെക്രട്ടറിയാണ് അദ്ദേഹവും, ആസാദ് മോഹൻ ആസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CEO ആയിട്ടുള്ള ഡോക്ടർ ആസാദ് മോഹൻ, ഈ 2 പേർക്കാണ് ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുന്നത്. ഇത് നൽകുന്നത് നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറിയും കേരള മലയാളം സർവകലാശാലയുടെ ഫോർമർ വൈസ് ചാൻസലറും അനുഗ്രഹീത കവിയുമായ ശ്രീ K. ജയകുമാർ സാറാണ് ഈ അവാർഡ്. അദ്ദേഹമാണ് TKM തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ ഗുഹാനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ടീൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്. ക്രിയാത്മക കൗമാരം, കരുത്തും കരുതലും എന്ന വിഷയത്തിലാണ് ക്ലാസ് നടന്നത്. ഗുഹാനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീൻസ് ക്ലബിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് P. ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ V. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ക്രിയാത്മക കൗമാരം, കരുത്തും കരുതലും എന്ന വിഷയത്തിലാണ് ക്ലാസ് നയിച്ചത്. നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ പഠിച്ചുകൊണ്ട് പാട്ട് കേട്ട എന്താ പറയുക പഠിക്കും. എന്നിട്ട് നിങ്ങൾ ക്ലാസ്സിലിരുന്ന് ടീച്ചർ സംസാരിക്കത്തില്ല. നിങ്ങൾ ക്ലാസ്സിലിരുന്ന് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കത്തില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നടുവിൽ ടീച്ചർ എന്താ പറയുന്നത് നിങ്ങൾ ഗസ് ചെയ്യും. അതിനിടയിൽ ചോദ്യം ചോദിച്ചാൽ അല്ലെ എഴുന്നേറ്റ് അവിടെ നിൽക്കേണ്ടി വരും. നിങ്ങൾ ഗസ് ചെയ്യാ ചെയ്യുന്നത്. അത് തന്നെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോഴും മുമ്പിൽ ആരും ഇല്ല. നമ്മുടെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് എടുത്തത്. സൈക്കോളജിസ്റ്റായ N. ത്രേസ്യ ക്ലാസ് നയിച്ചു. പ്രഥമാധ്യാപകൻ PG വിനോദ്, S. സുജ, VV ഭാഗ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. NDA സംസ്ഥാന ചെയർമാൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര 6-ന് കൊല്ലം മണ്ഡലത്തിലെത്തുമെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പദയാത്ര നടത്തുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഓരോ ദിവസമാണ് പദയാത്ര. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഓരോ ദിവസമാണ് പദയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. 6-ന് 3 മണിക്ക് ചിന്നക്കടയിൽ പൊതുസമ്മേളനം ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന പദയാത്ര മാടനടയിൽ സമാപിക്കും. NDA ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 25,000 പേർ പങ്കെടുക്കും. ഉദ്ഘാടന സമാപന സമ്മേളനത്തിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കും. മത, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുമായി ഉച്ചയ്ക്ക് ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ സ്നേഹ സംഗമവുമുണ്ട്. മയ്യനാട് കോപ്പറേറ്റീവ് കൺസോർഷ്യത്തിലെ ക്രമക്കേടുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് K. സോമൻ ആവശ്യപ്പെട്ടു. രൂപവൽക്കരിച്ചത് ഒരു പേരിലും പ്രവർത്തനം മറ്റൊരു പേരിലും ഇപ്പോൾ വേറൊരു പേരിലുമാണ് കൺസോർഷ്യം അറിയപ്പെടുന്നത്. കൺസോർഷ്യത്തിന്റെ ധനസമാഹരണം നിയമവിരുദ്ധമാണെന്നും വകുപ്പിന്റെ അനുമതിയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കൺസോർഷ്യത്തിന് വേണ്ടി വസ്തു വാങ്ങുന്ന ഒരു കരാർ ഉണ്ടാക്കിയാണ്. ഇത് 31/7/2017 ഈ കൺസോർഷ്യം രജിസ്റ്റർ ചെയ്യുന്നത് 2/11/2017. കൺസോർഷ്യം രൂപീകരിക്കുന്ന തീയതി, ആ കൺസോർഷ്യത്തിന് വസ്തു വാങ്ങാൻ വേണ്ടി പണം സമാഹരിക്കുന്ന തീയതി, രണ്ടും തമ്മിൽ 4-5 മാസത്തെ വ്യത്യാസമാണ്.
ഇതൊരു കാര്യം. 3 സഹകരണ സംഘങ്ങളിൽ നിന്നാണ് പണം സമാഹരിച്ചിട്ടുള്ളത്. ആ സഹകരണ സംഘങ്ങൾ ഇന്ന് വലിയ നഷ്ടത്തിലാണ്. അവിടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരന്റെ സ്ഥാപനം എന്ന നിലയിൽ വീട്ടുമുറ്റത്ത് പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം തങ്ങളുടേത് കൂടിയാണ് എന്ന് പറഞ്ഞ് കരുതി പണം കൊണ്ട് നിക്ഷേപിച്ചവർ ഇന്ന് വലിയ ആശങ്കയാണ്. മയ്യനാട് റീജിയണൽ കോപ്പറേറ്റീവ് സഹകരണ സംഘം, മയ്യനാട് സർവീസ് സഹകരണ സംഘം, ഉമയനല്ലൂർ സർവീസ് സഹകരണ സംഘം, ഇത് മൂന്നും ചേർന്ന് വാർത്താ സമ്മേളനത്തിൽ NDA ജില്ലാ ചെയർമാൻ BB ഗോപകുമാർ, നേതാക്കളായ S പ്രശാന്ത്, സന്ദീപ് പച്ചിയിൽ, ശൈലേന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി ഉപജില്ലാ കായികമേളയിൽ LP കിഡ്ഡീസ് വിഭാഗത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വലിയകുളങ്ങര GLPSലെ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനമൊരുക്കിയത്. കരുനാഗപ്പള്ളി ഉപജില്ലാ കായികമേളയിൽ LP കിഡ്ഡീസ് വിഭാഗത്തിൽ മികച്ച വിജയം നേടിയ GLPS വലിയകുളങ്ങര സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും SMC അംഗങ്ങളും ചേർന്നാണ് അനുമോദനമൊരുക്കിയത്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് മെഡലുകൾ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പ്രഥമാധ്യാപിക ജയലക്ഷ്മി അനുമോദനം നിർവഹിച്ചു. SMC ചെയർമാൻ അഡ്വക്കേറ്റ് ശരത് കുമാർ, വൈസ് ചെയർമാൻ ഹബീബ്, PT അംഗം രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പോരുവഴി മയ്യത്തുങ്കര ഉറൂസ് ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കും. ഷാഫി, ഹനഫി ജമായത്തുകൾ സംയുക്തമായിട്ടാണ് ഉറൂസ് സംഘടിപ്പിക്കുന്നത്. മൗലൂദ്, ദുആ തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തും. വ്യാപാര വിപണന മേളയും ഒരുക്കിയിട്ടുണ്ട്. പോരുവഴി മയ്യത്തുങ്കര ഉറൂസ് ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കും. കൊല്ലം തേനി ദേശീയപാതയിൽ ചക്കുവള്ളിക്കും ഭരണിക്കാവിനുമിടയിലാണ് ദർഗാ ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത്. ഖുർആൻ പാരായണം, ദുആ, മൗലൂദ്, സിയാറത്ത് തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തും. 9 മണിയോടുകൂടി നമ്മുടെ നേർച്ചാദികൾ ആരംഭിക്കും. ഖബർ സിയാറത്ത്, ദുആ തുടങ്ങിയവയൊക്കെ ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ പണ്ഡിതന്മാർ ദുആ സമ്മേളനത്തിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഇവിടെ എത്തുന്നവർക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഉറൂസിൽ പങ്കെടുത്തുകൊണ്ട് മടങ്ങിപ്പോകാം. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരെയും ഈ പങ്കെടുക്കുവാനുള്ള പ്രിയപ്പെട്ടവരെല്ലാം അറിയിക്കുക. ഉറൂസുമായി ബന്ധപ്പെട്ട് വ്യാപാര വിപണന മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അഷ്റഫ് കാഞ്ഞിരത്തുമൂട് വടക്കത്തിൽ, അർത്തിയിൽ അൻസാരി, മുനീർ മഠത്തിൽ, ഷെഫീഖ് അർത്തിയിൽ, മുഹമ്മദ് ഖുറൈഷി, സലാം പുതുവിള, ഷാജി മഠത്തിൽ തുടങ്ങിയവർ പറഞ്ഞു. ഈ ഉറൂസിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകാനും ഈ വ്യാപാരമേളയുടെ ഭാഗമാകാനുമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും നമ്മുടെ ഈ മയ്യത്തുങ്കര ദർഗയിലും ഇതിനനുബന്ധമായ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത്. ഇപ്രാവശ്യവും ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും, ഗതാഗത സൗകര്യമടക്കം എല്ലാ ക്രമീകരണങ്ങളും ഉറൂസ് കമ്മിറ്റി നിർവഹിച്ചിട്ടുണ്ട്. നാനാജാതി മതസ്ഥരായ ആയിരങ്ങളാണ് ഉറൂസ് ദിനങ്ങളിൽ ഇവിടേക്ക് എത്തുന്നത്. ആട്, കോഴി, പട്ട്, തിരി, വിളക്ക്, കൊടി എന്നിവയാണ് പ്രധാന നേർച്ച വസ്തുക്കൾ. കയറും പാളയും നേർച്ചയും ഏറെ പ്രസിദ്ധമാണ്. തെക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ഏതാണ്ട് തെക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ തന്നെയാണെങ്കിലും ഈ നേർച്ചയ്ക്ക് വരുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം ബസ്സുകൾ, KSRTC ബസ്സുകൾ തന്നെ നമ്മൾ ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് തന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇടുന്നുണ്ട്. ഈ വർഷമാണെങ്കിൽ വളരെ ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് വളരെ ഇപ്പോഴും തന്നെ നേർച്ചാദികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. വാഹനം തട്ടി റെയിൽവേ ഗേറ്റ് തകർന്നു. കൊല്ലം പുനലൂർ റെയിൽവേ പാതയിൽ കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ റെയിൽവേ ഗേറ്റാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. ട്രെയിൻ കടന്നു പോകുന്നതിനായി ഗേറ്റ് താഴ്ത്തുന്നതിനിടെയാണ് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഗേറ്റിലിടിക്കുകയും തുടർന്ന് ഗേറ്റ് ഒടിഞ്ഞു വീഴുകയും ചെയ്തത്. ഗേറ്റ് തകർന്നത് മൂലം കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡ് ചാത്തനാംകുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റെയിൽവേ അധികൃതർ എത്തി ഗേറ്റ് നന്നാക്കി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. കറ്റാനം കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി സ്കൂളിൽ കൊയ്ത്തുത്സവം നടത്തി. നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കന്നിക്കൊയ്ത്ത് എന്ന പേരിൽ കൊയ്ത്തുത്സവം നടത്തിയത്. 3 മാസം കൊണ്ട് പാകമാകുന്ന ഭാഗ്യ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വിതച്ചത്. വെള്ളം കോരി കോരി ഉള്ളം കിടങ്ങാത്ത വേലക്കിടാങ്ങളുണ്ട്, കണ്ടം പൊട്ടിയടിക്കാൻ കാര്യം പാരക്കാരങ്ങളുണ്ട്. വെള്ളം കോരി കോരി ഉള്ളം കിടങ്ങാത്ത വേലക്കിടാങ്ങളുണ്ട്. കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി സ്കൂളിൽ നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കന്നിക്കൊയ്ത്ത് എന്ന പേരിലാണ് കൊയ്ത്തുത്സവം നടത്തിയത്. ഭാഗ്യ എന്ന ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വിതച്ചത്.
സ്കൂൾ മാനേജർ മായ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ രണ്ടാം ഘട്ടം കൂടിയുണ്ട്. നമ്മൾ ഒന്നാം ഘട്ടമായിട്ടാണ് നമ്മൾ ഈ കൊയ്ത്തുത്സവം നടത്തുന്നത്. ഇനി ഇത് എല്ലാ സ്കൂളുകളിലും പല സ്കൂളുകളിലും ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടെങ്കിലും വീണ്ടും ഇതിന്റെ അടുത്ത ഘട്ടത്തിലോട്ട് ഇത് എങ്ങനെയാണ് ഈ നില എന്ത് ചെയ്തു എന്നൊക്കെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലകൊള്ളുന്ന ഒരു പല സിറ്റുവേഷൻസ് ആണ് പല വിദ്യാലയങ്ങളിലും. നമ്മൾ അങ്ങനെയല്ല, ഇതിനെ ഇനി മെതിച്ച് ഇത് പാക്കറ്റുകളിലാക്കി അരിയാക്കി നമ്മൾ വിൽപ്പനയ്ക്ക് എത്തുകയാണ്. നമ്മുടെ അടുത്തൊരു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മുടെ സ്കൂളിലെ ആനുവൽ മീറ്റിന് ഇത് വിദ്യാലയത്തിൽ കുഞ്ഞുങ്ങളിലേക്ക് അതുപോലെ നമ്മൾ വിപണിയിൽ എത്തിക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഒരു സംസ്കാരം, കൃഷിയുടെ സംസ്കാരം, നന്മയുടെ സംസ്കാരം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ആദരവ് അർഹിക്കുകയാണ്. സ്കൂൾ PTA പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക KP മായ സ്വാഗതം പറഞ്ഞു. പള്ളിക്കൽ കൃഷി ഓഫീസർ പൂജ വി നായർ കുട്ടികൾക്ക് കൊയ്ത്തുപകരണങ്ങൾ കൈമാറി. വാർഡംഗം അജോയ് കുമാർ ആദ്യ കതിര് കൊയ്തെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ശൈലജ ഹാരിസ്, ശാലിനി, നിഷ സത്യൻ, KR ഷൈജു, നന്ദകുമാർ, PTA വൈസ് പ്രസിഡന്റ് രജനി, അഡ്മിനിസ്ട്രേറ്റർ സിറിലസ് മാത്യു, ഗംഗാറാം കണ്ണമ്പള്ളി, മിനി വിശ്വനാഥ്, അനീഷ് അബ്ദുൾ അസീസ്, ശ്രീകുമാർ, ഹലികുമാർ, ഷാജി, ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കായംകുളം SN വിദ്യാപീഠത്തിന് ഹൈസ്കൂൾ അംഗീകാരം ലഭിച്ചതിൻ്റെ അംഗീകാര വിളംബരവും അനുമോദന സമ്മേളനവും നടത്തി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ആദരവും നടത്തി. ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നിയന്ത്രണത്തിലുള്ള കായംകുളം ശ്രീനാരായണ വിദ്യാപീഠം സ്കൂളിന് ഹൈസ്കൂൾ അംഗീകാരം ലഭിച്ചതിന്റെ അംഗീകാര വിളംബരവും അനുമോദന സമ്മേളനവും നടത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ പറയാം, എടുക്കാം. എന്തിന്? സാമൂഹ്യ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കാൻ. സാമൂഹ്യ പിന്നോക്കം മനസ്സിലാക്കാൻ ഈ ഇലക്ഷൻ വരുന്ന അടുത്താണോ ഈ ഭൂതോദയം ഉണ്ടായത്? ഈ ഭൂതോദയം ഉണ്ടായതിനാണ് നമ്മളെ ചതിക്കാൻ. അത് വോട്ട് ബാങ്കിന് വേണ്ടി, വോട്ടിന് വേണ്ടി. എന്നാൽ ആകട്ടെ, സെൻസസ് എടുത്താൽ ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഉള്ള വിഭാഗങ്ങൾക്കെല്ലാം അത് പരിഹരിച്ചിരിക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതി ചേർക്കാമെങ്കിൽ നമ്മളോട് ചോദിക്കാം. പ്രകടന പത്രികയിൽ ഒന്നും ചേർക്കാതെ ചുമ്മാ അഭിഭാഷിക പറഞ്ഞു നടക്കാൻ ജനസംഖ്യ നമുക്കിപ്പോ എടുക്കണം. എന്തിനാ എടുക്കണത്? കുറെ ആള് കാശ് കൊടുത്ത് തീർക്കാന്നുള്ള തീർക്കാന്നുള്ള എന്ത് റിസൾട്ട് ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ കണക്കെടുക്കുന്നത്. SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ P പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. SNDP കായംകുളം യൂണിയൻ സെക്രട്ടറി P പ്രദീപ് ലാൽ അതിഥികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ C ബാബു, ശ്രീനാരായണ സാംസ്കാരിക സമിതി ഇന്റർനാഷണൽ കമ്മിറ്റി സെക്രട്ടറി V ശശിധരൻ, സമിതി സംസ്ഥാന പ്രസിഡന്റ് കായലിൽ രാജപ്പൻ, സംസ്ഥാന സെക്രട്ടറി N രത്നാകരൻ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ബാബുരാജ്, BJP മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ഫിഷറീസ് വകുപ്പ് കണ്ടൽവനം നശിപ്പിക്കുന്നതായി പരാതി. കരുനാഗപ്പള്ളി അഴീക്കൽ ഫിഷ് ഫാമിലെ നിർമ്മാണത്തിന്റെ മറവിലാണ് കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഭാഗമായ ഫിഷറീസ് വകുപ്പ് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാതാകുന്നത് തെക്കൻ കേരളത്തിലെ പ്രധാന കണ്ടൽക്കാട്. NDA സംസ്ഥാന ചെയർമാൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര 6-ന് കൊല്ലം മണ്ഡലത്തിൽ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പദയാത്ര നടത്തുന്നത്. വാഹനം തട്ടി റെയിൽവേ ഗേറ്റ് തകർന്നു. കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ റെയിൽവേ ഗേറ്റാണ് തകർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ.
കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി